വെൽക്കം ടു ഇലക്ട്രിക്കൽ എജു സോൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യാം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മെസ്സേജസ് എന്ത് ചെയ്യാം വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് 30 റേഞ്ചിലുള്ളവർക്കൊക്കെയാണ് മെസ്സേജ് വന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ അതിൽ താഴെയുള്ളവർ മെസ്സേജ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം കട്ട് ഓഫ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഏകദേശം എത്ര ആൾക്കാരാണ് അവർ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ 30 താഴെയുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മെസ്സേജ് 30 താഴെ മെസ്സേജ് വന്ന് 30 താഴെ ഉള്ള മാർക്കുള്ള ഒരു മെസ്സേജ് വന്നവരെന്നിട്ട് താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്താ ID കാർഡ്, അതേപോലെ SSLC, അതേപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാർക്ക് ലിസ്റ്റ്, അതേപോലെ MTech, BTech, MTech, അതുപോലെ എന്തെങ്കിലും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൽ ആധാർ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഒരു പ്രാവശ്യം. കാരണം വെച്ചാൽ ബയോമെട്രിക് ആയിട്ടുള്ള വെരിഫിക്കേഷൻ ആയിരിക്കും അതിനോട്ട് ഉണ്ടാവും വൺ ടൈം വെരിഫിക്കേഷൻ സമയത്തൊക്കെ. അപ്പോൾ MTech ക്വാളിഫിക്കേഷൻ ഉണ്ടായതുകൊണ്ട് അത് എന്തായാലും വേണ്ടി വരും, വൺ ടൈം വെരിഫിക്കേഷൻ വേണ്ടി വരും MTech സർട്ടിഫിക്കറ്റ്സിൻ്റെ. അപ്പോൾ അതെന്തായാലും ആധാർ നിങ്ങൾ അപ്ലോഡ് ചെയ്തവരാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവരാണെങ്കിൽ ആധാർ എന്തായാലും അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കട്ട് ഓഫ് എത്ര തോന്നുന്നില്ല നമുക്ക് ഏകദേശം അറിയാൻ വേണ്ടി പറ്റുമല്ലോ. ഓക്കെ, എന്നാൽ താങ്ക് യു.